പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭ മിഷൻ ഞായറായി ആചരിക്കുകയാണ്. എല്ലാ മിഷണറിമാരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാ മിഷണറിമാരെയും ശക്തിപ്പെടുത്തണമേ എന്നും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അടിപതറാതെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഇനിയും അവർക്ക് ശക്തി നൽകണമേ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. നമ്മുടെ അയോഗ്യതകളും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നമുക്ക് ഏറ്റുപറയാം. പൊതു പാപമോചനവും പൊതു കുമ്പസാരവും നമുക്ക് നടത്താം. സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാൽ യഥാർത്ഥമായ അനുതാപത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് അവിടത്തോട് യാചിക്കാം. കർത്താവേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അങ്ങ് ശ്രവിക്കണമേ. അങ്ങയോട് ഏറ്റുപറയുന്നവരുടെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങയുടെ കരുണാർദ്ര സ്നേഹത്തിൽ അങ്ങയുടെ പാപമോചനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് കുമ്പസാരത്തിൽ ഏറ്റുപറയുന്നത് പോലെ മനസ്സിൽ ദൈവത്തോട് ഈ നിമിഷം ഏറ്റുപറയാം. അനുതാപ പ്രകരണം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാൽ ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ മുത്തുകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. കരുണയുള്ള പിതാവായ ദൈവം തൻ്റെ പുത്രന്റെ മരണവും ഉത്ഥാനവും വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുകയും പാപങ്ങളുടെ മോചനത്തിനായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിൽ അയക്കുകയും ചെയ്തു. തിരുസഭയുടെ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങൾക്ക് പാപമോചനവും ശാന്തിയും നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ മോചിപ്പിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ സ്മരണയ്ക്കായി നമ്മുടെ മേൽ തളിക്കാനുള്ള അവിടുത്തെ സൃഷ്ടിയായ ഈ ജലം കനിഞ്ഞ് ആശീർവദിക്കുന്നതിന് നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജീവന്റെ ഉറവയും ശുദ്ധീകരണത്തിന്റെ ആദിരൂപവുമായ ഈ ജലം വഴി ഞങ്ങളുടെ മാനസങ്ങൾ ശുദ്ധീകരിക്കപ്പെടാനും
നിത്യജീവന്റെ ദാനം സ്വീകരിക്കുവാനും അങ്ങ് തിരുവുള്ളമായല്ലോ. കർത്താവെ, അങ്ങ് കനിഞ്ഞ് ഈ ജലം ആശീർവദിച്ചാലും ഈ ജലം വഴി അങ്ങ് കൃപാവരത്തിന്റെ സജീവമായ നീരുറവ ഞങ്ങളിൽ നവീകരിക്കുവാനും ആത്മശരീരങ്ങൾക്ക് നേരിടാവുന്ന സകല തിന്മകളിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരാകുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങയുടെ സൃഷ്ടിയായ ഈ ഉപ്പ് അങ്ങേ കാരുണ്യത്താൽ ആശീർവദിക്കണമേ. ജലത്തിൻ്റെ മാലിന്യം നീക്കം ചെയ്യാൻ, ജലത്തിൽ ഉപ്പ് കലർത്തുവാൻ എലീശ പ്രവാചകൻ വഴി അങ്ങ് കൽപ്പിച്ചുവല്ലോ. കർത്താവ്, ഉപ്പിൻ്റെയും ജലത്തിൻ്റെയും ഈ മിശ്രിതം തളിക്കപ്പെടുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവായ പിശാചിൻ്റെ എല്ലാ ആക്രമണങ്ങളും ദൂരെ അകറ്റാനും അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ നിരന്തരം കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഈ ജലം നമ്മുടെ ശിരസിലേക്ക് വീഴുമ്പോൾ നമ്മുടെ പാപമാലിന്യങ്ങളെല്ലാം കഴുകപ്പെടാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിർമ്മലമായൊരു ഹൃദയം നൽകണേ എന്ന് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Cristo
കാരുണ്യവാനായ ദൈവമേ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങയുടെ സമൃദ്ധമായ വിളവ് അങ്ങ് തൃക്കൺ പാർക്കുകയും അതിലേക്ക് ജോലിക്കാരെ അയക്കുവാൻ തിരുവുള്ളമാകുകയും ചെയ്യണമേ. അങ്ങനെ സുവിശേഷം എല്ലാ സൃഷ്ടികളോടും പ്രഘോഷിക്കപ്പെടുകയും അങ്ങയുടെ വചനത്താൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട അങ്ങയുടെ ജനം കൂദാശകളുടെ ശക്തിയാൽ തുണയ്ക്കപ്പെട്ട് രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ മുന്നേറുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ഒന്നാം വായന യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലതുകൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുൾ ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറും ഉള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. എല്ലാവരും. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സൃഷ്ടാവാണ്. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിനു ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ നിങ്ങൾ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയുമത്രേ. കർത്താവിൻ്റെ വചനം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ.
സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് ഫരീസയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദേസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്തേക്ക് അയച്ചു ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്കെന്ത് തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപട നാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദനാറ് അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭ മിഷൻ ഞായറായി ആചരിക്കുകയാണ്. മിഷൻ ഞായറിൽ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, ആരാണ് മിഷണറി എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു വെച്ചു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അത് അച്ഛന്മാരോടും കന്യാസ്ത്രീമാരോടും മാത്രമല്ല പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ശിഷ്യരോട് മുഴുവനാണ് പറഞ്ഞത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. അതുകൊണ്ട് അച്ഛന്മാരും കന്യാസ്ത്രീമാരും മാത്രമാണ് മിഷണറിമാർ എന്നൊരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ ഉണ്ട് എന്ന് തോന്നുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആരാണോ, ക്രിസ്ത്യാനിയാണോ ഒരാൾ, അയാൾ മിഷണറിയാണ് എന്നാണ് ഈ മിഷൻ ഞായർ ദിനത്തിൽ കത്തോലിക്ക തിരുസഭ പ്രഘോഷിക്കുന്നത്. നമുക്കറിയാം, നമുക്കാർക്കും ക്രിസ്തുവിനെ ആദ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു തന്നത് വൈദികരോ കന്യാസ്ത്രീമാരോ അല്ല. നമ്മുടെ അപ്പനും അമ്മയുമാണ് ദേ തമ്പായി എന്ന് പറഞ്ഞ് ആദ്യമായി ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു തന്നത് നമ്മുടെ മാതാപിതാക്കന്മാരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരും ഈ പറയുന്ന മിഷണറിമാരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മിഷണറി ആരാണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഏതൊരു വ്യക്തിയും മിഷണറിയാണ്. അത് വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, ചിന്ത കൊണ്ടാകാം, ജീവിതം കൊണ്ടാകാം. എന്തിന്? നമ്മുടെ നോട്ടം കൊണ്ട് പോലും നമ്മൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാണെങ്കിൽ നമ്മളെല്ലാവരും മിഷണറിമാരാണ്. ഈ മിഷൻ ഞായർ ദിനത്തിൽ കത്തോലിക്ക തിരുസഭ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, അച്ഛന്മാരും കന്യാസ്ത്രീമാരും മാത്രമല്ല മിഷണറിമാർ. ഞാനും നിങ്ങളും ഒക്കെ മിഷണറിമാരാണ്. നമ്മളൊക്കെ മിഷണറിമാരാകാൻ, പ്രേക്ഷിതരാകാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രേക്ഷകരല്ല. പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ വെറുതെ കാഴ്ചക്കാർ. സുവിശേഷം പ്രഘോഷിക്കുന്നതൊക്കെ കണ്ട് എനിക്കിതിലൊന്നും ഉത്തരവാദിത്വമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പ്രേക്ഷകർ. പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടേണ്ടവനാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് കുടുംബമുണ്ട്, ആ കുടുംബത്തെ നോക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്, ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ ക്രിസ്തുവിനെ ലോകമെങ്ങും പോയി പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സാധിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ നോട്ടം പോലും ക്രിസ്തുവിനെ പ്രഘോഷിക്കണമെന്നാണ് തിരുസഭ ഇന്ന് ഈ മിഷൻ ഞായർ ദിനത്തിൽ നമ്മളോട്
പറഞ്ഞു വയ്ക്കുക. 2 പേരാണ് ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥർ. ഒന്ന് ഫ്രാൻസിസ് സേവ്യറാണ്, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. 2 കൊച്ചു ത്രേസ്യ പുണ്യവതിയാണ്. 2 പേരും 2 രീതിയിലാണ് ക്രിസ്തുവിനെ പ്രഘോഷിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞതനുസരിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ക്രിസ്തുവിനെ പ്രഘോഷിച്ച വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ഇന്ത്യയിലും വന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സുവിശേഷം പ്രഘോഷിക്കാൻ. എന്നാൽ കൊച്ചു ത്രേസ്യ പുണ്യവതി കോൺവെന്റിന്റെ 4 ചുവരുകൾക്ക് പുറത്ത് ഈ കൊച്ചു ത്രേസ്യ പുണ്യവതി പോയിട്ടില്ല. പിന്നെ എങ്ങനെ കൊച്ചു ത്രേസ്യ പുണ്യവതി ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി മാറി എന്ന് ചോദിച്ചാൽ, ആ 4 ചുവരുകൾക്കുള്ളിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി മിഷണറിയായി മാറി, മിഷണറിമാരുടെ മധ്യസ്ഥയായി മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഒന്ന് ലോകം മുഴുവൻ പോയി നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കൊച്ചു ത്രേസ്യ പുണ്യവതി കാണിച്ചു തന്നതുപോലെ നമ്മുടെ വീടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മിഷണറി പ്രവർത്തനം നടത്താൻ സാധിക്കും. ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം കണ്ടത് ഒരു സന്യാസിയെയാണ്. ആ സന്യാസി വര്യൻ്റെ ആധ്യാത്മിക ചൈതന്യം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാനായിട്ട് ആ സന്യാസിയുടെ ശിഷ്യനാകാൻ ചെന്നു എന്നാണ് ചരിത്രം പറയുക. അപ്പോൾ ആ സന്യാസി പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതിൻ്റെ രഹസ്യം നിനക്ക് പറഞ്ഞു തരാം, ആധ്യാത്മികതയുടെ രഹസ്യം നിനക്ക് പറഞ്ഞു തരാം, പക്ഷെ നീ വേറെ ആരോടും ഈ രഹസ്യം പറയാൻ പാടില്ല. സന്യാസി തിരിച്ചും ചോദിച്ചു, ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ആധ്യാത്മിക ചൈതന്യം കണ്ടപ്പോൾ തിരിച്ചും ചോദിച്ചു, അങ്ങയുടെ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ രഹസ്യം എന്താണ്? ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ ഈ രഹസ്യം അങ്ങേക്ക് പറഞ്ഞു തരാം, പക്ഷേ കുറഞ്ഞത് 4 പേരോടെങ്കിലും അങ്ങ് ഈ രഹസ്യം പറയണം. കുറഞ്ഞത് 4 പേരോടെങ്കിലും ഈ രഹസ്യം നമുക്ക് പറയണം. സ്നേഹം നിറഞ്ഞവരെ, ഇത് തന്നെയാണ് ക്രിസ്തീയതയുടെ ആധ്യാത്മികം. നമ്മളൊരു വലിയ സത്യം അറിഞ്ഞവരാണ്. ഈ സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ 4 പേർക്കെങ്കിലും പകർന്നു കൊടുക്കണമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പറയുമ്പോൾ, നമ്മൾ അറിഞ്ഞ വലിയ സത്യത്തെ, ക്രിസ്തുവാണ് ലോകത്തിലെ ഏക രക്ഷകൻ എന്നുള്ള ആ സത്യത്തെ കുറച്ച് പേരിലേക്കെങ്കിലും പകർന്നു കൊടുക്കാൻ സാധിക്കണം എന്നാണ് ഈ മിഷൻ ഞായർ നമ്മളോട് പറഞ്ഞു വെക്കുക. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്. വിശുദ്ധ യൗസേപ്പിതാവിന് ഉണ്ടായ വലിയ ഒരു മനസാക്ഷിക്കുത്താണ് ആ സിനിമയുടെ ഇതിവൃത്തം. ഹെറോദേസ് രാജാവ് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ കൊല്ലാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുമെന്ന് മാലാഖ വന്ന് യൗസേപ്പിതാവിൻ്റെ അടുത്ത് പറയുമ്പോൾ, യൗസേപ്പിതാവ് രായ്ക്ക് രാമാനം തൻ്റെ ഉണ്ണീശോയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. അന്ന് രാത്രി തന്നെ പോവുകയാണ്. അവിടെ ചെന്ന് ഉണ്ണീശോയെ രക്ഷിച്ചു കഴിയുമ്പോഴാണ് വിശുദ്ധ യൗസേപ്പിതാവ് ഒരു വാർത്ത കേൾക്കുന്നത്. ഹെറോദേസ് രാജാവ് ആ നഗരത്തിലുണ്ടായിരുന്ന 2 വയസ്സും അതിൽ താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നു എന്നുള്ള വാർത്ത വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ചുവട്ടിലേക്ക് എത്തുക. യൗസേപ്പിതാവ് ഒരു വേള ചിന്തിക്കുകയാണ്, എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ കുട്ടികളുണ്ടായിരുന്നല്ലോ, ഞാൻ പോരുന്ന വഴിയിൽ കുട്ടികളുണ്ടായിരുന്നല്ലോ, എനിക്ക് മാലാഖ തന്ന ഈ ഒരു അറിവ്, ഹെറോദേസ് രാജാവ് 2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളൊക്കെ കൊല്ലാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ആ അറിവ് അവരോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൂടി എനിക്ക് രക്ഷിക്കാമായിരുന്നല്ലോ എന്ന് യൗസേപ്പിതാവ് ചിന്തിക്കുന്നതും യൗസേപ്പിതാവിനുണ്ടാകുന്ന മനസാക്ഷിക്കുത്തുമൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ യൗസേപ്പിതാവ് അറിഞ്ഞതുപോലെ ഒരു വലിയ സത്യം നമ്മളും അറിഞ്ഞിട്ടുണ്ട്. നാളെ ഒരു മനസാക്ഷിക്കുത്തിലേക്ക് നമ്മളും കടന്നു വരാൻ ഇടവരരുത്. നമ്മൾ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് ഈ മിഷൻ ഞായർ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. അതുകൊണ്ട് പ്രേക്ഷകരാകാനല്ല, പ്രേക്ഷിതരാകാനാണ്, മിഷണറിമാരാകാനാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തു ശിഷ്യരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ക്രിസ്ത്യാനിയായി മാറിയിട്ടുള്ളത്. നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ചവരാണെങ്കിൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന രീതിയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ആകണം. ഒരു പക്ഷേ നമുക്ക് അങ്ങ് അകലെ പോയി, പലർക്കും ആഗ്രഹമുണ്ട്,
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിക്കും. ഇതുവരെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്താത്ത ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ പോയി പ്രഘോഷിക്കുന്ന ഒരുപാട് മിഷണറിമാരുണ്ട്, അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീമാരുണ്ട്, അൽമായരുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അവരൊക്കെ ജീവിക്കുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലാണ്. അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കാനും അവർക്ക് സഹായം അയച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ മിഷൻ ഞായർ ആഴ്ച എടുക്കുന്ന ഈ സൺഡേ കളക്ഷൻ, അത് പരിശുദ്ധ പിതാവിൻ്റെ ഫ്രാൻസിസ് പാപ്പയുടെ ഫണ്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു 10 രൂപയാകാം, ചിലപ്പോൾ 5 രൂപയാകാം, ചിലപ്പോൾ 1 രൂപയാകാം. അത് ഒരുപാട് പേർക്ക് മരുന്നായി മാറുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഭക്ഷണമായി മാറുന്നുണ്ട്, ഒരുപാട് പേർക്ക് വീടായി മാറുന്നുണ്ട്, ഒരുപാട് പേർക്ക് കാരുണ്യമായി മാറുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. പ്രാർത്ഥനയിലൂടെ സഹായിക്കാൻ സാധിക്കും, സാമ്പത്തികമായി എനിക്ക് സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ മിഷൻ ഞായറാഴ്ച നമ്മൾ എടുക്കുന്ന ഈ പിരിവ്, ഇത് ഭക്ഷണമില്ലാത്തവന് ഭക്ഷണമായി മാറുന്നുണ്ടെന്ന് ഓർക്കുക. ഇത് മരുന്നില്ലാത്തവന് മരുന്നായി മാറുന്നുണ്ടെന്ന് ഓർക്കുക. തലചായ്ക്കാൻ ഇടമില്ലാത്തവന് ഒരു കൂരയായി മാറുന്നുണ്ടെന്ന് ഓർക്കുക. അങ്ങനെ നല്ല മനസ്സോടെ ഞാൻ ഈ 1 രൂപ ഞാൻ ഈ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഞാൻ ഈ സഭയുടെ മിഷണറി പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണ്. എൻ്റെ മിഷണറി എന്നുള്ള സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ ഞാൻ പങ്കുചേരുകയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഒപ്പം തന്നെ എൻ്റെ കുടുംബത്തിലായിരുന്നുകൊണ്ട് എനിക്കുള്ള പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ജീവിതം കൊണ്ടും നോട്ടം കൊണ്ട് പോലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി മാറാനുള്ള തിരുസഭയുടെ ഈ മിഷൻ ഞായറിൽ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നല്ല മിഷണറിമാരായി മാറാം. അങ്ങനെ നല്ല ക്രിസ്തു ശിഷ്യന്മാരായിട്ട് മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ മിഷൻ ഞായർ ദിനത്തിന് ഇന്നത്തെ സഞ്ചിപ്പിരിവ് നമുക്കറിയാം, കോവിഡ് പശ്ചാത്തലമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത് നമ്മൾ മിഷൻ ഞായറിന് വേണ്ടി പണം സ്വരൂപിച്ച് പരിശുദ്ധ പിതാവിന് അയച്ചു കൊടുത്തിരുന്നു. ഈ വർഷം നമുക്കതിനുള്ള സാഹചര്യങ്ങളില്ല. നമ്മൾ എടുക്കുന്നത് ഒരേ ഒരു പിരിവ് മാത്രമാണ്. ഞായറാഴ്ച ഇന്ന് നടക്കുന്ന ഈ പിരിവ് മാത്രമാണ്. നമുക്ക് കവറില്ല. മിഷൻ ഞായറിൻ്റെ കവർ സാധാരണ വീടുകളിലേക്ക് തരാറുണ്ട്. ഈ വർഷം അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നല്ല മനസ്സോടെ നിങ്ങളാൽ കഴിയുന്ന മിഷൻ ഞായറിന് വേണ്ടി, മിഷന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇപ്പോൾ അച്ഛൻ നിങ്ങളുടെ അടുക്കിലേക്ക് മിഷൻ ഞായർ സംഭാവന സ്വീകരിക്കാനായിട്ട് വരികയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്കൊന്ന് ചേർന്ന് പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൃശ്യവും അദൃശ്യവുമായ സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിലെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലേഖനങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ.
സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും നാഥനായ ദൈവമേ, സാർവത്രിക സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് 16 മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് കാരിക്കശ്ശേരി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സകല സന്യസ്തരെയും വിമലാഭവൻ സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായി ഞങ്ങളുടെ നല്ല ഇടയനായ സ്നേഹബഹുമാനപ്പെട്ട ഷിജു അച്ഛനെയും ദൈവസ്നേഹത്തിൽ നിറയ്ക്കണമേ. ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ കടമകളും ഉത്തരവാദിത്തങ്ങളും ദൈവ തിരുമനസ്സിന് അനുസൃതമായി ചെയ്തു തീർക്കുവാൻ അവരെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. സകല കൃപകളും നന്മകളും നിറഞ്ഞ പരിശുദ്ധ ദേവമാതാവേ, ഈ മാസം പ്രത്യേകമായി അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ലോകം മുഴുവനെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുന്നതിലൂടെ പരസ്പര സ്നേഹവും സമാധാനവും ഐക്യവും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകയിലും ലോകം മുഴുവനിലും ഉണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ ഈശോയെ ആഗോള കത്തോലിക്ക സഭ മിഷൻ ഞായറായി കൊണ്ടാടുന്ന ഈ ദിനത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും നമ്മുടെ രാജ്യാതിർത്തിയിൽ സേവനം ചെയ്യുന്ന എല്ലാ സൈനികരെയും അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും സഹനങ്ങളിലും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സ്നേഹ സംരക്ഷണവും കരുതലും ഉണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൃഷ്ടപ്രപഞ്ചത്തിനുമേൽ അധികാരമുള്ള ഈശോയെ, ലോകം മുഴുവനെയും ഭീതിയിലാഴ്ത്തുന്ന COVID-19 എന്ന മഹാമാരി മൂലം കഷ്ടത അനുഭവിക്കുന്ന മക്കൾ, പ്രകൃതിക്ഷോഭങ്ങൾ മൂലം വിഷമിക്കുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവർ, പ്രത്യേകമായി ഞങ്ങളുടെ ഇടവകയിലെ ജിസ്ന എന്ന മകൾ, എല്ലാവരെയും ഈ ബലിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹ സാന്ത്വനത്താൽ ഇവരെ എല്ലാവരെയും കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവാവായ ഈശോയെ, എല്ലാ യുവജനങ്ങളെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് അങ്ങയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വഴികളിൽ വെളിച്ചമായി പാതകളിൽ പ്രകാശമായി അങ്ങയുടെ വചനങ്ങൾ അവർക്ക് മാർഗദീപങ്ങളാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവകയിൽ നിന്നും പ്രത്യേകിച്ച് 4-ാം കുടുംബ യൂണിറ്റിൽ നിന്നും മരണപ്പെട്ടവരെയും ഒരുക്കമില്ലാതെ മരണപ്പെട്ടു പോയവരെയും ആരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഈ ബലിയിൽ ഓർക്കുന്നു. അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അന്ത്യവിധി നാളിൽ അങ്ങയുടെ തിരുമുഖം കാണുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളോടൊപ്പം വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മിഷണറിമാരെയും നമുക്ക് പ്രത്യേകമായി തോർത്ത് വലിയ പ്രതിസന്ധികൾക്ക് നടുവിലും വേദനയ്ക്ക് നടുവിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇനിയും ശക്തമായിട്ട് പ്രഘോഷിക്കാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങ് കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അങ്ങ് കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, എല്ലാവരുടെയും പരിത്രാണത്തിനു വേണ്ടി തന്നെ തന്നെ നൽകിയ അങ്ങേ ക്രിസ്തുവിൻ്റെ മുഖം അങ്ങ് കടാക്ഷിക്കണമേ. അവിടുന്ന് വഴി സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ജനതകളുടെ മധ്യേ അങ്ങയുടെ നാമം മഹത്വപ്പെടുകയും എല്ലായിടത്തും അങ്ങയുടെ മഹിമയ്ക്കായി ഏകബലി അർപ്പിക്കപ്പെടുവാൻ കൃപ നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങയുടെ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ ഒന്നു ചേർന്ന് ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടും വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. Baba
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ചൊല്ലിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാതൊരു ആപത്തും കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ തിരുശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ
വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരക്തം പൂശി എപ്പോഴും വിശുദ്ധീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. വൈദികരുടെ അധ്യായ പരിശുദ്ധമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ ഇടവക മനക്കിൽ ഷുബു ജോസിൻ്റെയും പ്രമീള ഷുബുവിൻ്റെയും മകൻ ജോസഫ് ഷിൻഡുവും പാലാരിവട്ടം സെൻറ്റ് ജോർജ് ചർച്ച് ഇടവക ആഴപ്പറമ്പിൽ റൈമണ്ട് ആൻ്റണിയുടെയും റീന റൈമണ്ടിൻ്റെയും മകൾ റിന്നു സാറയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ വിളിച്ചൊല്ലാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ദാനങ്ങളാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യരക്ഷയുടെ ഈ സഹായത്താൽ സത്യവിശ്വാസം എങ്ങും പുഷ്ടിപ്പെടുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നമുക്കിരിക്കാം. അറിയിപ്പുകൾ. ഇന്ന് ദിവ്യബലിക്ക് നേതൃത്വം നൽകിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കിയതും 4-ാം നമ്പർ സെയിൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റിലെ അംഗങ്ങളാണ്. എല്ലാ കുടുംബ യൂണിറ്റ് അംഗങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ സൺഡേ കളക്ഷൻ 640 രൂപ. സെപ്റ്റംബർ മാസം ലഭിച്ച ദശാംശത്തിൻ്റെ കണക്ക്. വ്യക്തികൾ നൽകിയ ദശാംശം 15,150 രൂപ. കുടുംബ യൂണിറ്റുകൾ സെപ്റ്റംബർ മാസത്തിൽ നൽകിയത് സെൻറ്റ് മേരീസ് യൂണിറ്റ് 1,800 രൂപ, ഗുഡ് ഷെപ്പേർഡ് യൂണിറ്റ് 4,500 രൂപ, ജ്യോതിർഭവൻ യൂണിറ്റ് 1,670 രൂപ, ഹോളി ക്രോസ് യൂണിറ്റ് 2,000 രൂപ, ചെറുപുഷ്പം 1,250, മേരിമാത 1,200, സ്നേഹചൈതന്യ 2,000, സെൻറ്റ് ജോസഫ് 1,200, സെൻറ്റ് ജൂഡ് 1000, സെൻറ്റ് മാത്യൂസ് 1,150, ഹോളി ട്രിനിറ്റി 1,520, ആശീർഭവൻ 1,300, സെയിൻറ്റ് ആഗ്നസ് 1,200, ജീസസ് യൂത്ത് 1000. ഒക്ടോബർ മാസത്തെ ദശാംശം. വ്യക്തികൾ നൽകിയ ദശാംശം 10,050 രൂപ. കുടുംബ യൂണിറ്റുകളിൽ നിന്ന് നൽകിയത് സെൻറ്റ് മേരീസ് യൂണിറ്റ് 2,300, സെൻറ്റ് ജോസഫ് 2,000, ചെറുപുഷ്പം 1,600, ജീസസ് യൂത്ത് 1000, ആശീർഭവൻ 1,300, സെൻറ്റ് മാത്യൂസ് 1,150, സെയിൻറ്റ് ജൂഡ് 1,500, ഹോളി ക്രോസ് 1,530, ജ്യോതിർഭവൻ 2,500, സെയിൻറ്റ് ആഗ്നസ് 2,000, ഗുഡ് ഷെപ്പേർഡ് 4,800, സ്നേഹചൈതന്യ 500, ഹോളി ട്രിനിറ്റി 3,000, മേരിമാത 1,000. സ്നേഹം നിറഞ്ഞവരെ, സ്നേഹത്തോടെ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിലും പള്ളിയെ സ്വന്തം കുടുംബം പോലെ കണ്ടുകൊണ്ട് നിങ്ങൾ ദശാംശം നൽകിയതിന് ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ജപമാല മാസത്തിൻ്റെ സമാപനത്തോട് അനുബന്ധിച്ച് 10 ദിവസത്തെ ആഘോഷമായ കൊന്ത ഒക്ടോബർ 21-ാം തീയതി ബുധനാഴ്ച മുതൽ ഒക്ടോബർ 30 വെള്ളിയാഴ്ച വരെയാണ്. ഒക്ടോബർ 21 മുതൽ വൈകിട്ട് 5:30 മണിക്ക് ദിവ്യബലിയും അതിനെ തുടർന്ന് ആഘോഷമായ ജപമാലയുമാണ്. ഞായറാഴ്ച ഒഴികെ ഈ 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ
രാവിലെ ദിവ്യബലി അർപ്പണം ഉണ്ടാകുന്നതല്ല. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ദിവ്യബലി, രണ്ടാമത്തെ ദിവ്യബലി വൈകിട്ട് 5:30 മണിക്കും അതിനെ തുടർന്ന് ആഘോഷമായ ജപമാലയും ആയിരിക്കും. ഒക്ടോബർ 21 മുതൽ 30 വരെയുള്ള 10 ദിവസങ്ങളിൽ ദിവ്യബലിക്കും ആഘോഷമായ ജപമാലയ്ക്കും നേതൃത്വം നൽകേണ്ടത് കുടുംബ യൂണിറ്റുകളാണ്. അതിൻ്റെ ക്രമം ഇപ്രകാരമാണ്: 21-ാം തീയതി 1-ാം യൂണിറ്റ്, 22-ാം തീയതി 2-ാം യൂണിറ്റ്, 23 3-ാം യൂണിറ്റ്, 24 4-ഉം 6-ഉം യൂണിറ്റുകൾ, 25 5-ാം യൂണിറ്റ്, 26 7-ാം യൂണിറ്റ്, 27 8-ഉം 10-ഉം യൂണിറ്റുകൾ, 28 9-ാം യൂണിറ്റ്, 29 11 12 കുടുംബ യൂണിറ്റുകൾ, 30-ാം തീയതി 13 14 കുടുംബ യൂണിറ്റുകൾ, 31-ാം തീയതി സമാപനം. 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ദിവ്യബലിയിൽ വായനയും വിശ്വാസികളുടെ പ്രാർത്ഥനയും കാഴ്ചവെപ്പിനൊക്കെ നേതൃത്വം നൽകേണ്ടത് ഈ പറയുന്ന കുടുംബ യൂണിറ്റുകളാണ്. അതുപോലെ ജപമാലയ്ക്ക് നേതൃത്വം നൽകേണ്ടത് കുടുംബ യൂണിറ്റുകൾ തന്നെയാണ്. ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പാട്ടായിട്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ പാടാറുണ്ട്. പൂർണ്ണമായിട്ടുള്ള അർത്ഥം ആ പാട്ടിന് ഗാനരൂപത്തിൽ ആലപിക്കുമ്പോൾ ലഭിക്കാത്തത് കൊണ്ട് കത്തോലിക്ക സഭ പാട്ടായിട്ട് നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന ആലപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജപമാലയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ആ പ്രാർത്ഥനകൾ ചൊല്ലാൻ പാടുള്ളൂ, ഗാനരൂപത്തിൽ ആലപിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒക്ടോബർ 31-ാം തീയതിയാണ് ആഘോഷമായിട്ടുള്ള കൊന്ത മാസത്തിൻ്റെ സമാപനം. ജപമാല മാസത്തിൻ്റെ സമാപനത്തോട് അനുബന്ധിച്ച് നമ്മളൊരു കൊന്ത ഉണ്ടാക്കൽ മത്സരം, വേണമെങ്കിൽ മത്സരം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നേർച്ചയായി കൊന്ത ഉണ്ടാക്കി മാതാവിന് നിയോഗങ്ങൾ സമർപ്പിച്ച് കൊന്ത ഉണ്ടാക്കുന്ന ഒരു നേർച്ച നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സഹകരണം അച്ഛൻ വളരെ സ്നേഹത്തോടെ ഇതിന് അഭ്യർത്ഥിക്കുകയാണ്. ചില നിബന്ധനകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുണ്ട്. റെഡിമെയ്ഡായി വാങ്ങിക്കാൻ കിട്ടുന്ന മുത്തുകൾ, കുരിശ് എന്നിവ ഉപയോഗിച്ച് കൊന്ത ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് ചുറ്റുവട്ടം കിട്ടുന്ന വസ്തുക്കളോ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൊണ്ട് ഉപയോഗശൂന്യമായ വസ്തുക്കൾ, തെർമോക്കോൾ, കാർഡ്ബോർഡ്, ഐസ്ക്രീം ബോൾ, ചിരട്ട, മരത്തിൻ്റെ കായ് തുടങ്ങിയ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊന്ത ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ടാക്കുന്ന കൊന്തയ്ക്ക് ഇത്ര വലിപ്പം എന്നില്ല, എത്ര വലിപ്പത്തിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. കൊന്തയുടെ മൊത്തത്തിലുള്ള ഭംഗി, അതിൻ്റെ പെർഫെക്ഷൻ, അതിൽ എടുത്തിരിക്കുന്ന അധ്വാനം, കൊന്ത ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവിൻ്റെ പ്രത്യേകത എന്നിവ കണക്കിലെടുത്തായിരിക്കും വിജയിയെ നിശ്ചയിക്കുന്നത്. ഒരാൾക്ക് എത്ര കൊന്ത വേണമെങ്കിലും ഉണ്ടാക്കാം, ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാം. എന്നാൽ ഓരോ കൊന്തയ്ക്കുമായിരിക്കും മാർക്കിടുന്നത്. കൊന്ത ഉണ്ടാക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ അവർ ഉണ്ടാക്കിയ കൊന്തകൾ ഒക്ടോബർ 31-ാം തീയതി വൈകിട്ട് 3 മണിക്ക് മുൻപായി ദേവാലയത്തിൽ എത്തിക്കണം. 3 മണി കഴിഞ്ഞ് വരുന്ന കൊന്തകൾ മത്സരത്തിൽ പരിഗണിക്കുന്നതല്ല. വിധികർത്താക്കളുടെയും വികാരിച്ചൻ്റെയും തീരുമാനം അന്തിമമായിരിക്കും. 1-ാം സമ്മാനം 2001 രൂപ, 2-ാം സമ്മാനം 1501 രൂപ, 3-ാം സമ്മാനം 1001 രൂപ. കുറഞ്ഞത് 10 കൊന്തങ്ങളെങ്കിലും മത്സരത്തിനുണ്ടെങ്കിൽ മാത്രമാണ് ഈ സമ്മാനങ്ങൾ നൽകുകയുള്ളൂ. ഇടവകക്കാർക്കെല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രായ പരിധിയൊന്നുമില്ല. മത്സരത്തിൽ പങ്കെടുക്കാൻ സമർപ്പിക്കുന്ന കൊന്തകൾ നമ്മളൊരു പൊതുവായിട്ടുള്ളൊരു പ്രദർശനം ഉദ്ദേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് തിരിച്ച് നൽകുകയുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, അച്ഛൻ ഈ കൊന്ത ഉണ്ടാക്കൽ മത്സരം നടത്തുമ്പോൾ അച്ഛനൊരു ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് കൊന്ത കിട്ടുന്ന മക്കളുണ്ട്. അവർ കൊന്ത കിട്ടുന്നത് അവർക്ക് ഉപജീവനം മാത്രമായിട്ടല്ല, മറിച്ച് അത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടുന്ന വലിയൊരു കാര്യം കൂടിയാണ്. നമ്മളൊരു കൊന്ത കെട്ടിക്കഴിയുമ്പോൾ അത് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ പ്രാർത്ഥന നമുക്ക് കൂടി കിട്ടും എന്നൊരു ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് ജപമാല മാസത്തിൽ നിങ്ങൾ കൊന്ത ഉണ്ടാക്കൽ മത്സരത്തിൽ നേർച്ചയായി കണ്ടതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചുണ്ടാക്കാം. ഇന്നു മുതലേ നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 നിയോഗങ്ങൾ പ്രത്യേകമായിട്ട് ആ സമയം സമർപ്പിച്ചുകൊണ്ട് ആ കൊന്ത നിങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ ജപമാല മാസത്തിലൂടെ മാതാവ് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കൊന്തയുണ്ടാക്കാം. പ്രത്യേകിച്ച് കുട്ടികൾ
കുട്ടികൾക്ക് നമുക്കറിയാം, ഒരു ജപമാലയിൽ എത്ര മണികളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഇരിക്കുന്നവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 53 മണി ജപം എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ജപമാലയിൽ അതിൽ കൂടുതൽ മണികളുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴാണ് അതിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളെ ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കുക, കഴിയുമെങ്കിൽ നിങ്ങളതൊന്ന് സഹായിച്ചു കൊടുക്കുക. വസ്തുക്കളെ സെലക്ട് ചെയ്യാനും അതൊക്കെ ഒന്ന് റെഡിയാക്കാനുമൊക്കെ നിങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം ഈ കൊന്ത ഉണ്ടാക്കൽ നേർച്ചയ്ക്ക് മത്സരത്തിന് അച്ഛൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വലിയ പൈസയൊന്നുമില്ല. ആർക്കെങ്കിലും സമ്മാനം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 31-ാം തീയതി ജപമാല സമാപനത്തോടനുബന്ധിച്ച് പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ വൈകിട്ട് 5:30 മണിക്ക് ദിവ്യബലി, അതിനെ തുടർന്ന് ആഘോഷമായ ജപമാലയാണ്. ജപമാല കഴിഞ്ഞാൽ നമ്മൾ പുഴയിലൂടെ ബോട്ടിൽ മാതാവിൻ്റെ തിരുസ്വരൂപം കയറ്റി ഗോപുരത്ത് കര ചുറ്റി മാതാവിൻ്റെ സംരക്ഷണ പ്രദക്ഷിണം നമ്മൾ നടത്തുന്നുണ്ട്. ഇരു കരകളെയും സമർപ്പിച്ചുകൊണ്ട്, ഇരു കരകളിലുള്ള കുടുംബങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ സംരക്ഷണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രദക്ഷിണം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഗോപുരത്ത് കര മുഴുവൻ ചുറ്റിയാണ് നമ്മൾ മാതാവിൻ്റെ പ്രദക്ഷിണം നടത്തുന്നത്. ഒരു വലയം, മാതാവിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ വലയം നമ്മൾ തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സഹകരണം അച്ഛൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വീട് പുഴയുടെ അരികിലാണെങ്കിൽ മാതാവിൻ്റെ തിരുസ്വരൂപം കടന്നു പോകുമ്പോൾ ഒരു തിരിയെങ്കിലും നിങ്ങളുടെ വീടിന് മുൻപിൽ നിങ്ങൾ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ ബോട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കര മുഴുവൻ വെഞ്ചരിച്ചാണ് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം നമ്മൾ സംരക്ഷണമായി ഈ കര ചുറ്റി നടത്തുമ്പോൾ, പ്രദക്ഷിണമായിട്ട് നടത്തുമ്പോൾ അത് നമ്മുടെ ഈ ഗോപുരത്ത് കരയ്ക്ക് മുഴുവൻ, പ്രത്യേകിച്ച് ഇരു കരകൾക്കും വലിയ സംരക്ഷണമായിട്ട് മാറാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ജപമാല സമാപനത്തിൽ ഇപ്രകാരം ഒരു സംരക്ഷണ പ്രദക്ഷിണം നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം ഈ മാസം കർഫ്യൂ ആണ്, 5 പേരിൽ കൂടുതൽ പാടില്ല. പള്ളികളിൽ 20 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് മാതാവിൻ്റെ കപ്പേളയിലെ തിരുനാൾ നമുക്ക് ഈ മാസം 31-ാം തീയതി നടത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരാഴ്ച കൂടി നമ്മൾ നീട്ടി നവംബർ 7, 8 ശനി ഞായർ തീയതികളിലായിരിക്കും മാതാവിൻ്റെ കപ്പേളയിലെ തിരുനാൾ നമ്മൾ നടത്തുന്നത്. നവംബർ മാസം നമുക്കറിയാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസമാണ്. പ്രത്യേകമായി നമുക്കറിയാം ഒരു അനഥ കിട്ടിയാൽ സ്വർഗത്തിലേക്ക് കരയേറി പോകുന്ന ആത്മാക്കളുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ അവർ സ്വർഗത്തിലേക്ക്, ഇനി മരിച്ചവർക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ജീവിച്ചിരുന്ന സമയത്ത് അവർ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഇനി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്ന ഒരു അനഥ, ഒരു കുർബാന, ഒരു ഒപ്പീസ്, അതൊക്കെ അവർക്ക് സ്വർഗത്തിലേക്ക് കയറി പോകാനുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. നമ്മളിവിടെ ഒരു ബോക്സ് നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒറ്റ കുർബാനയ്ക്ക് 100 രൂപ, പാട്ട് കുർബാനയ്ക്ക് 200 രൂപ, ഒറ്റന്നതയ്ക്ക് 5 രൂപ, പാട്ടന്നതയ്ക്ക് 10 രൂപ. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ സകല പൂർവികരെയും നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എഴുതണം, അവരുടെ പേര് കൃത്യമായിട്ട് എഴുതണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടായിരിക്കണം ഇത് എഴുതിക്കേണ്ടത്. കാരണം നാളെ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഈ മക്കളാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പാരമ്പര്യം നമ്മുടെ മക്കളിലേക്കാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, 2 പേരുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ടാകും. അവരൊക്കെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ കുർബാനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറ്റ കുർബാനയാണെങ്കിൽ മുകളിൽ ഒറ്റ കുർബാന എന്ന് എഴുതുക. ആർക്ക് വേണ്ടിയാണ് ചൊല്ലേണ്ടതെന്നുണ്ടെങ്കിൽ അവരുടെ പേരെഴുതുക. പാട്ട് കുർബാനയാണെങ്കിൽ അതെഴുതുക. കൃത്യമായിട്ട് അത് എഴുതി നിങ്ങൾ ഒറ്റ അനതയാണെങ്കിൽ ഒറ്റ അനത എന്ന് എഴുതുക, പാട്ടനതയാണെങ്കിൽ അതെഴുതുക. അതിൻ്റെ പൈസ നിങ്ങൾ ബോക്സിൽ നിക്ഷേപിക്കുക. നവംബർ മാസത്തിലെ ഓരോ ദിവസവും കുർബാന കഴിയുമ്പോൾ ഈ പെട്ടി തുറന്ന് നിങ്ങളിട്ടിരിക്കുന്ന അനത നമ്മൾ അത് പ്രത്യേകമായി കുർബാന കഴിയുമ്പോൾ ചൊല്ലുന്നതാണ്. നമുക്കറിയാം നവംബർ മാസം മരിച്ചവരുടെ മാസം ആയതുകൊണ്ട് സെമിത്തേരിയൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഈ 3 വർഷത്തിനിടയിൽ മരിച്ചവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കവിടെ കുഴിയുണ്ടാകും. ആ കുഴിയൊന്ന് വളരെ വൃത്തിയായിട്ടൊന്ന് സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരുപാട് തിരിയൊക്കെ ആയിട്ട് ചില കുഴിമാടങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ആരുടെ കുഴിമാടമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യുക. അവിടെ ഉണങ്ങിയ പൂക്കളും മറ്റു കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ, ഫ്ലക്സ് അവിടെ വെച്ചിരിക്കുന്ന ഫ്ലക്സൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരഖണ്ഡ ജപമാല നടത്താനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്.
കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഏത് ദിവസം നടത്തണം എന്ന് ഒരു തീരുമാനം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കുടുംബ യൂണിറ്റുകളും 1 മണിക്കൂർ വന്ന് മാതാവിൻ്റെ മുൻപിൽ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ ഒരു ദിവസം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാതാവിൻ്റെ മുൻപിൽ അഖണ്ഡ ജപമാല അർപ്പിക്കാൻ സാധിക്കും. കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ പ്രത്യേകമായിട്ട് കേന്ദ്ര സമിതി ഭാരവാഹികളെ വിളിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഏത് ദിവസം വേണം എന്ന് തീരുമാനിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മാതാവിൻ്റെ തിരുസ്വരൂപം ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും വീടുകളിൽ കയറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും. ഇന്നും നാളെയുമായി അവർ എന്നെ വന്ന് കണ്ടാൽ അതിനുള്ള സൗകര്യം ചെയ്ത് നൽകുന്നതാണ്. കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ ജപമാല ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് സമാപന ആശീർവാദത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ജപമാല. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവ്, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമപ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൽ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവ ശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മഹത്വത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാമത്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീഡ സഹിച്ചത് മരിച്ചതിന്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോട് ഉയർത്തെഴുന്നള്ളി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഇന്ന് മിഷൻ ഞായറാണ്. എല്ലാ മിഷണറിമാരെയും ഓർത്തുകൊണ്ട് അവർക്ക് കരുത്ത് പകരാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണം. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാമത്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തന്റെ ഉയർപ്പിന്റെ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രണ്ടാമത്തെ രഹസ്യത്തിൽ നമ്മൾ ഇടവകയെ മുഴുവൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാമത്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സഹ്യനൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിന്റെ മേലും സ്നേഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. നാലാമത്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് കൊറോണ എന്ന മഹാരോഗത്തെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശ്വസിച്ച അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആയിരിക്കണമേ. അഞ്ചാമത്, പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരയേറിയ ഉടനെ തന്റെ ദൈവകുമാരനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.